കാലാവസ്ഥാ വ്യതിയാനം പല രീതിയിലാണ് നമ്മളെയൊക്കെ ബാധിക്കുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ അറിയില്ല ഇത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള പ്രശ്നമാണെന്നൊന്നും പല കാര്യങ്ങളിലും നമ്മൾ അറിയാറില്ല. ഈ ചക്ക ഉണ്ടാവുന്ന കാലമായി തുടങ്ങി. പക്ഷേ ചക്കയുടെ കാലമായിട്ടും വേണ്ട വിധത്തിൽ വിളവില്ലാതെ വന്നപ്പോഴാണത് കാലാവസ്ഥ ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്നൊക്കെ നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ കൊല്ലം ജില്ലയിൽ ചക്കയുടെ വിളവിൽ നേരിയ കുറവുണ്ടെന്നാണ് റിപ്പോർട്ട്. ജനുവരി പകുതിയായിട്ടും പല സ്ഥലങ്ങളിലും ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതോടെ ചക്ക മോഹവില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. സാധാരണയായി കനത്ത മഴ കഴിഞ്ഞു വരുന്ന പകൽ വെയിലും രാത്രി മഞ്ഞുമാണ് ചക്കയുണ്ടാകുന്നതിന് ഉത്തമം. ഇത്തവണ ചക്ക ഉണ്ടായി തുടങ്ങേണ്ട കാലത്ത് ശക്തമായ മഴയായിരുന്നു. മഞ്ഞും വെയിലും ഒരുപോലെയും മതിയായ കാറ്റും ലഭിച്ചാൽ മാത്രമേ ചക്ക നന്നായി വിളവുണ്ടാകൂ. ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ മാത്രമാണ് ഇത്തവണ നല്ല കാറ്റ് ലഭിച്ചത്. മുൻകാലങ്ങളിൽ തമിഴ്നാടുകളിൽ കൊണ്ടുപോയി ചക്ക വിൽപ്പന നടത്തിവരുന്നവർ ഇപ്പോൾ നാട്ടിൽ കൊടുക്കാൻ പോലും ചക്ക തികയുന്നില്ലെന്നാണ് പറയുന്നത്. ആദ്യം കാറ്റ് കിട്ടിയെങ്കിൽ ആദ്യം ചക്ക വീഴ്ത്താനെ വിളഞ്ഞ ചക്ക. ആദ്യം നമുക്ക് കാറ്റ് കിട്ടില്ല, രണ്ടാമത് വീഴുന്നതിലാണ് ഇത്. രണ്ടാമത്തെ കാറ്റിലാണ്, ആദ്യത്തെ ചെറിയ ഒരു രീതിയിൽ വീഴുന്നതാണ് ഇത്. പക്ഷെ ആദ്യത്തെ കാറ്റ് നമുക്ക് അടിച്ചായിരുന്നെങ്കിൽ ട്യൂഷൻ നമുക്ക് ചക്ക വിളഞ്ഞ ചക്ക നേരത്തെ പറിച്ചു തിന്നായിരുന്നു. ഇതിപ്പോ സീസൺ കഴിഞ്ഞാണ് ചക്ക ഇരിക്കുന്നത്. ഇപ്പം പിഞ്ചി ചക്കയാണ് കിടക്കുന്നത്. ഇതൊക്കെ മുമ്പേ വീഴുന്ന ചക്കയാണ്. നമ്മുടെ ഇവിടെ ചക്ക വന്നിട്ടില്ല. ചക്ക വന്നിട്ടില്ല, വലുതായിട്ട് വന്നിട്ടില്ല. വിപണിയിലൊക്കെ ഓരോ 2-3 ചക്കയാണ് ഓരോ സ്ഥലത്തും കൊണ്ടുവരും. ഇതിനൊക്കെ ഒന്നിച്ച് ചക്ക വരത്തില്ല, അല്ലെങ്കിൽ കൊത്ത ചക്ക വെട്ടിക്കൊണ്ടിരുന്നു. വരിക്ക, കൂഴ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ചക്കകൾക്കാണ് പ്രിയമേറുന്നത്. വർഷങ്ങളായി കുന്നിക്കോട് പച്ചില വളവിലാണ് നസീർ ചക്ക വിൽപ്പന നടത്തുന്നത്. സ്വദേശികളും വിദേശികളും ശബരിമല തീർത്ഥാടകരും ചക്ക വാങ്ങാറുണ്ടെന്നാണ് നസീർ പറയുന്നത്. കാലാവസ്ഥയിലെ വ്യതിയാനം ചക്കയുടെ സംഭരണത്തെയും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെയും വിപണനത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. സാധാരണ ഈ കൃഷി